ഹലോ എവരിവൺ, നിങ്ങൾ എല്ലാവരും യു എസ് എസിന് വേണ്ടിയുള്ള അടിപൊളിയായിട്ടുള്ള പ്രിപ്പറേഷനിലാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ഈ യു എസ് എസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളുടെ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരുപാട് ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആകുന്നുണ്ട്. ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മെൻറ്റി ക്വിസുകൾ നടത്തുന്നുണ്ട്. ആ രൂപത്തിൽ നിങ്ങൾ എല്ലാവരും അടിപൊളിയായി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് നല്ല രൂപത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയിക്കുന്നുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ അടിപൊളിയായി മുന്നോട്ട് പോകുമ്പോൾ ഒരു സ്റ്റഡി ടിപ്പുമായിട്ടാണ് ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നിങ്ങൾ എല്ലാവരും നിർബന്ധമായി യു എസ് എസിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നിർബന്ധമായും ചെയ്തിരിക്കണം. നിങ്ങൾക്ക് മിക്കവാറും അറിയുന്നതായിരിക്കും, എങ്കിലും അതെന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളെല്ലാവരും ഇപ്പോൾ യു എസ് എസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ? ഇപ്പോൾ യു എസ് എസ് എഴുതണം, അതിൽ അടിപൊളിയായി മാർക്ക് വാങ്ങണം, സ്കോളർഷിപ്പ് നേടണമെന്നെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. ഓക്കെ, പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് പിന്നെ യു എസ് എസ് എഴുതുന്ന ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും യു എസ് എസിന് വരിക എന്ന് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ക്ലാസ്സുകൾ കാണുന്നുണ്ട്. പക്ഷേ എങ്ങനെയായിരിക്കും യു എസ് എസിന് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും? അത് നിങ്ങൾക്കറിയോ? അല്ല, ആ എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എങ്കിൽ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ നേരെ പോയി ഇങ്ങനെയൊക്കെ പഠിച്ച് നേരെ പോയി യു എസ് എസ് എക്സാം ആദ്യമായിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ പറ്റും. കാരണം ആദ്യമായിട്ട് എക്സാം എഴുതല്ലേ, യു എസ് എസ് പോലുള്ള ഒരു എക്സാം ആദ്യമായിട്ട് നിങ്ങൾ എഴുതല്ലേ. അപ്പോൾ അതിൻ്റെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് കുറേ മാർക്കുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ടെൻഷൻ അടിച്ചിട്ട് മറ്റേതൊക്കെ പോകും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, യു എസ് എസ് എക്സാം എഴുതുന്നതിന് മുമ്പേ കുറേ പ്രാവശ്യം യു എസ് എസ് എക്സാം എഴുതുക. ഓക്കെ, യു എസ് എസ് എക്സാം എഴുതുന്നതിന് മുമ്പേ കുറേ പ്രാവശ്യം യു എസ് എസ് എക്സാം എഴുതുക. അതെങ്ങനെ പോസിബിൾ ആവുക? ഒരു യു എസ് എസ് എക്സാം അല്ലേ ഉള്ളൂ, അപ്പോൾ അങ്ങനെ കുറേ യു എസ് എസ് എക്സാം എഴുതുക. അതിനാണ് നമ്മുടെ കയ്യിൽ എന്തുള്ളത്? കഴിഞ്ഞ വർഷങ്ങളിലുള്ള യു എസ് എസിൻ്റെ എക്സാമിൻ്റെ പേപ്പേഴ്സ് അത് നമ്മുടെ കയ്യിൽ എന്തുണ്ട്? അവൈലബിൾ ആണ്. ഓക്കെ, ആ പേപ്പേഴ്സ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ട്. ഓക്കെ, ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ കിട്ടും. അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൊക്കെ ഓൾറെഡി പല രൂപത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ എന്ത് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം, അതായത് 2023-ലും 2022-ലും പിന്നെ ഒക്കെ നടന്നിട്ടുള്ള യു എസ് എസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവിടെ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ നിങ്ങളൊരു യു എസ് എസ് എക്സാം എഴുതിയ പോലെയുള്ള ഫീലാണ്. അത് വെറുതെ ഇങ്ങനെ കുറേ നേരം ഇന്ന് 2 ക്വസ്റ്റ്യൻ ചെയ്യാം, നാളെ 2 ക്വസ്റ്റ്യൻ, അങ്ങനെയല്ല. നിങ്ങൾ മൊത്തത്തിൽ ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്തിരുന്നിട്ട് ഒരു കൃത്യം ഒരു ടൈം വെച്ചിട്ട് യു എസ് എസ് എക്സാമിൻ്റെ അതേപോലെ ഒരു ടൈമൊക്കെ നിശ്ചയിച്ച് നിങ്ങൾ സ്വയം എഴുതി വെക്കുക. കുറേ തെറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയൊക്കെയാണ് തെറ്റുന്നത്, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ സ്വന്തമായി എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള റിവിഷൻസ് ചെയ്യുക. കഴിഞ്ഞ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മോക്ക് ടെസ്റ്റുകൾ. യു എസ് എക്സാം എഴുതുന്നതിന് മുമ്പ് കുറേ പ്രാവശ്യം യു എസ് എക്സാം എഴുതാനുള്ള വേറൊരു വഴിയാണ് മോക്ക് ടെസ്റ്റുകൾ. യു എസ് എക്സാം എഴുതുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള കുറേ മോക്ക് ടെസ്റ്റുകൾ എഴുതി വെക്കുക. അതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ടെസ്റ്റുകൾ എഴുതി വെക്കുക. ആ ടെസ്റ്റ് എഴുതിയാലുള്ളൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ ക്വസ്റ്റ്യൻസ് പെട്ടെന്ന് എഴുതാനുള്ളൊരു കഴിവുണ്ടാകും. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറേ കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. അപ്പോൾ മോക്ക് ടെസ്റ്റ്, ഇപ്പോൾ നമ്മുടെ യു എസ് എസ് എക്സാമിൻ്റെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത, അപ്പോൾ താഴെ ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ആ ലിങ്ക് വഴി നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെന്ന്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതിലൊക്കെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. യു എസ് എസ് എക്സാം എഴുതുന്ന കേരളത്തിലുള്ള ഒരുപാട് കുട്ടികളുമായി നിങ്ങൾക്ക് മത്സരിക്കാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ മത്സരിച്ചാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ആദ്യം കുറച്ച് റാങ്ക് ബാക്കിലൊക്കെ ആയിരിക്കും. അപ്പോൾ പക്ഷേ അത് പതിയെ എന്ത് ചെയ്യും, നിങ്ങൾ മുന്നോട്ട് വരും. അപ്പോൾ ഈ രൂപത്തിൽ മോക്ക് ടെസ്റ്റുകൾ എഴുതിക്കൊണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കൊണ്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിപ്പറേഷൻ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. കുറേ ഇരുന്ന് വായിക്കുക എന്നുള്ളതിനപ്പുറത്ത് കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ ചെയ്താൽ അത്രയും സ്പീഡ് കിട്ടും, ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മൾ കുറച്ച് കാലമായി അല്ലേ, 1, 2, 3 വർഷങ്ങളായി യു എസ് എസ് എക്സാമിന് വളരെ നല്ല രൂപത്തിൽ കോച്ചിങ് നൽകി വരുന്നുണ്ട്. എക്സാം വൈ ലേണിങ്ങിൻ്റെ യു എസ് എസ് കമ്മ്യൂണിറ്റി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതിലൊക്കെ നമുക്ക് അതിൻ്റെ പിന്നെ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടിയുള്ള പ്രിപ്പറേഷനിലൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ പല ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചാൽ, അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിൽ ചോദിച്ച പല ക്വസ്റ്റ്യൻസും അതേപോലെയൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് യു എസ് എസ് എക്സാമിന്. അതേപോലെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്താൽ, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് അത്രയും കൂടുതൽ മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കൂടി പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രിപ്പറേഷനുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ രൂപത്തിൽ അടിപൊളിയായി പഠിക്കുക. നമുക്ക് എല്ലാവർക്കും യു എസ് എസ് നേടിയെടുത്തേ തീരൂ. യെസ്, ഓക്കെ.